ഹായ് ഓൾ, ആർക്കിടെക്ചറൽ ഡിസൈൻ സീരീസിലെ 9th ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2D ആൻഡ് 3D ഡിസൈനിങ്. നമ്മൾ ആൾറെഡി ആർക്കിടെക്ചറൽ ഡിസൈനിങ് പ്രൊജക്റ്റിൻ്റെ ഒരു ഡിസൈൻ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. 9ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ 2D ആൻഡ് 3D ഡിസൈനിങ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലേക്ക് എത്തുന്നത്. ഞാനിത് പറയാൻ കാരണം, ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പല ആളുകളുടെയും അല്ലെങ്കിൽ പല ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരുടെയും ഒരു പെർസ്പെക്റ്റീവിൽ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്കതിൻ്റെ പ്ലാൻ വരയ്ക്കാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഞാനിവിടെ മെൻഷൻ ചെയ്ത പോലെ ഏകദേശം ഒരു 8ഓളം പ്രോസസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ 2D ആൻഡ് 3D ഡിസൈനിങ്ങിലേക്ക് നമ്മൾ പ്രോപ്പർ ഒരു ആർക്കിടെക്ചറൽ പ്രാക്ടീസിങ്ങിൻ്റെ ബേസിൽ എത്താൻ സാധിക്കുകയുള്ളൂ. സോ 2D ആൻഡ് 3D ഡിസൈനിങ് എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ ഡിസൈനിങ്. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ 2D ഡിസൈനിങ്ങിലാണ് നമ്മളൊരു ബേസിക് പ്രൊജക്റ്റിൻ്റെ ഫ്ലോർ പ്ലാൻസ് അല്ലെങ്കിൽ ഫർണിച്ചർ ലേഔട്ട്സ്, എലിവേഷൻ, സെക്ഷൻ, ഇത്തരത്തിലുള്ള 2 ഡയമെൻഷനിലുള്ള എല്ലാ ഡ്രോയിങ്സുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് 2D ഡിസൈൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ്. ഇനീഷ്യൽ ഒരു പ്രൊജക്റ്റിൻ്റെ കേസ് പറയുന്ന സമയത്ത് ഏറ്റവും ബേസിക്കായിട്ട് അതിൻ്റെ ഫ്ലോർ പ്ലാൻ പ്രിപ്പറേഷൻ തന്നെയാണ് 2D ഡിസൈനിങ്ങിൽ വരുന്നത്. സോ ഒരുപാട് ഡാറ്റ കളക്ഷൻസും സ്റ്റഡി പാർട്ടും ഒക്കെ ചെയ്ത് നമ്മൾ ഡിസൈൻ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലൊരു കോൺസെപ്റ്റും നമ്മൾ ഇനീഷ്യലി മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഒരു പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പ്ലാനിങ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇനീഷ്യലി നമ്മൾ മാനുവൽ ഡ്രോയിങ് പ്രാക്ടീസിലൂടെയൊക്കെ ആയിരിക്കാം ഈ ഒരു 2D ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു 1 ലൈൻ അല്ലെങ്കിൽ ഒരു റഫ് സ്കെച്ചൊക്കെ മേക്ക് ചെയ്ത് അതിന്നായിരിക്കും അതിൻ്റെ 2 ലൈൻ പ്ലാനും ഫ്ലോർ പ്ലാൻസും ഫേർണിച്ചർ ലേഔട്ട്സും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി നമ്മളൊരു മാനുവൽ പ്രാക്ടീസ് ആയിരിക്കും ബേസിക്കലി ഈ ഒരു പാർട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഒരു മാനുവലി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കെച്ച് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഫ്ലോർ പ്ലാൻസും അതുപോലെ തന്നെ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സുള്ള ഫർണിച്ചർ ലേഔട്ട്സും അതിൻ്റെ ഒരു 2D എലിവേഷനും സെക്ഷനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിലാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് അല്ലെങ്കിൽ 2D ഡിസൈനിങ് സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ഇനീഷ്യലി നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് പാർട്ടിൽ 2D ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലോർ പ്ലാൻ, അതുപോലെ തന്നെ ഫർണിച്ചർ ലേഔട്ട്, എലിവേഷൻ, സെക്ഷൻ, ആ ഒരു ലെവലിലേക്കൊക്കെയുള്ള ഡ്രോയിങ്സും കാര്യങ്ങളുമാണ് കവർ ചെയ്യാനുണ്ടായിരിക്കുക. അതാണ് ബേസിക്കലി 2D ഡിസൈൻ എന്ന് പറയുന്നത്. നോർമലി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്ലാനും കാര്യങ്ങളും ഏകദേശം റെഡി ആയിക്കഴിഞ്ഞാൽ അതൊരു ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് അതിലുള്ള കറക്ഷൻസും കൺഫ്യൂഷൻസും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ് 3D ഡിസൈനിങ് എന്ന് പറയുന്നത്. 3D നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പാർട്ടായിരിക്കും. അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. അതിൻ്റെ ഒരു മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ 3D ഡിസൈനിങ് ചെയ്യുന്നത്. സോ ഒരു പ്രൊജക്റ്റ് കിട്ടുന്ന സ്റ്റേജിൽ അതിൻ്റെ 2D ഡിസൈൻ കൺഫേം ചെയ്തതിന് ശേഷം 3D ഡിസൈനിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ 3D ഡിസൈനിങ്ങും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്ലാനിൽ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്ത 3D ഡിസൈനും കൂടെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എപ്പോഴും 2D ഡിസൈൻ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം 3D ഡിസൈനിങ്ങിലേക്ക് പോകുന്നതാണ് പ്രൊജക്റ്റിൻ്റെ ഒരു എക്സിക്യൂഷൻ ഒന്നുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ. സോ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാനും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു എക്സാക്റ്റ് ഡിസൈൻ ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരേണ്ടത് എന്നുള്ളത് ഒരു ക്ലയൻറ്റിനാണെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിസൈനിങ് പ്രൊഫഷണൽസിനാണെങ്കിലും എക്സിക്യൂഷൻ പാർട്ടിൽ നിൽക്കുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടിൽ നിൽക്കുന്ന വർക്കേഴ്സിനാണെങ്കിലും ഒക്കെ ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുന്നതിന് അതിൻ്റെ 3D ഡിസൈനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി 3ds Max, Revit, SketchUp പോലുള്ള സോഫ്റ്റ്വെയർസും അതിൻ്റെ ഔട്ട്പുട്ട്സ് എടുക്കുന്നത് ലൂമിയോൺ, അതുപോലെ തന്നെ വീറേ, കൊറോണ പോലുള്ള പ്ലഗിൻസും ഒക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാണ്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പാർട്ടിൽ അവൈലബിളുമാണ്. 3D ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് 3D മോഡലിംഗ് ചെയ്യുന്നത് മാത്രമല്ല, 3D മോഡലിംഗ്, 3D വിഷ്വലൈസേഷൻ, 3D റെൻഡറിങ്, 3D ആനിമേഷൻസ്, അതുപോലെ തന്നെ VR ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, 3D പ്രിൻറ്റിങ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, BIM ടെക്നോളജി, ഇതെല്ലാം ഈ ഒരു 3D ഡിസൈനിങ്ങിൻ്റെ പാർട്ടിൽ വരുന്ന
പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് തന്നെയാണ്. 3D ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഏരിയയാണ് 3D ഡിസൈനർ അല്ലെങ്കിൽ ഡിസൈൻ ഹെഡിങ് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ 3D ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻറ്റയർ ക്രൂവിനും ഐഡിയ കിട്ടണം. അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ടിൽ അത് എങ്ങനെ വേണം എന്നുള്ളൊരു ഔട്ട്ലുക്ക് അവർക്ക് ഇനീഷ്യലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 3D ഡിസൈനിങ് കൂടെ വരേണ്ടതുണ്ട്. സോ കോൺസെപ്റ്റ് ഡിസൈനിങ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് വെരി നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് 2D ഡിസൈനിങ്ങും 3D ഡിസൈനിങ്ങും മൂവ് ചെയ്യാനുണ്ടാവുക. അതിൽ ഇനീഷ്യലി 2D ഡിസൈൻ മേക്ക് ഔട്ട് ചെയ്യുക. അതിലൊരു ഫ്ലോർ പ്ലാനും കാര്യങ്ങളും വിത്ത് ഫർണിച്ചർ ലേഔട്ട് ആണെങ്കിൽ അത് ക്ലയൻറ്റിന് ഡിസ്കസ് ചെയ്ത് അതിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം 3D ഡിസൈനിങ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മേജർ കേസിൽ നമുക്ക് വലിയ കറക്ഷൻസും കാര്യങ്ങളും ഇല്ലാതെ ആ ഒരു ഡിസൈൻ കൺഫേം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്.